അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹബിഹിൽ അൽഫൈസീന ബിറളില്ലാഹി മാ ബഅദ്. ഏറ്റവും സർവാദരണീയരായ ശ്രോതാക്കളെ, ജാമിയ സഅദിയ ഇന്ത്യൻ സെന്റർ ദുബൈ സംഘടിപ്പിക്കുന്ന യുടെ ഖുത്ബ തർജമയിലാണ് നാം ഉള്ളത്. വളരെ സുപ്രധാനമായ വിഷയമാണെന്ന് ഖുത്ബ കൈകാര്യം ചെയ്യുന്നത്. പുതിയ അധ്യയന വർഷം എന്ന മഹത്തരമായ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത്. പ്രിയപ്പെട്ട മോമിനുകളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, നാം പുതിയ അധ്യയന വർഷത്തിന്റെ ഉമ്മറപ്പടിയിലാണ് എത്തി നിൽക്കുന്നത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ, പൊന്നോമന മക്കളുടെ അധ്യയനം ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യയന വർഷം നമുക്കും നമ്മുടെ മക്കൾക്കും വലിയ സൗഭാഗ്യങ്ങളുടെയും വിജയത്തിന്റെയും വർഷമാക്കി മാറ്റിത്തരുമാറാകട്ടെ എന്നാദ്യമായി ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിലായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ തുറക്കപ്പെടുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിന്റെ വാതിലുകൾ മലക്കെ തുറന്നു കൊടുക്കപ്പെടുന്നു. അവർക്ക് വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഉറവിടം, അതിലവർക്ക് നീന്തിത്തുടിക്കാൻ, അതിലവർക്ക് നന്മ കണ്ടെത്താൻ നല്ലൊരവസരം സൃഷ്ടിക്കപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വഖുൽ, നബിയെ തങ്ങൾ പറയുക, റബ്ബി സിദ്നി ഇൽമ, എനിക്ക് വിജ്ഞാനം നീ ഏറ്റിത്തരണം. വിജ്ഞാനത്തിന്റെ നിറകുടമായ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനത്തിന്റെ സ്രോതസ്സാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമുക്കറിയാം, വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി, അത്രമാത്രം വിജ്ഞാനത്തിന്റെ ആധിക്യം അല്ലാഹു നൽകിയ ആ മഹാപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു ആവശ്യപ്പെടുന്നത് ഇനിയും ഇനിയും വിജ്ഞാനത്തെ വർദ്ധിപ്പിക്കാൻ റബ്ബിനോട് ദുആ ചെയ്യാനാണ്. ഇത് തന്നെ മതി വിജ്ഞാനത്തിന്റെ പ്രസക്തിയും അതിന്റെ മഹത്വവും നമുക്ക് മനസ്സിലാക്കാൻ. തന്നെയുമല്ല, വിജ്ഞാനത്തിന്റെ പരിധികളില്ലെന്നും വിജ്ഞാനത്തിന്റെ കാലങ്ങളില്ലെന്നും വിജ്ഞാനത്തിന്റെ അതിരുകളില്ലെന്നും ഈ മഹത്തായ പരിശുദ്ധ ഖുർആന്റെ വചനം, തിരു ഹബീബിന്റെ ദുആ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വിജ്ഞാനം കരസ്ഥമാക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ചെയ്യുന്ന പ്രവൃത്തികളിൽ, അവന് ചെയ്യുന്ന ആരാധനകളിൽ, അവന് ചെയ്യുന്ന നന്മകളിൽ ഏറ്റവും ഉത്കൃഷ്ടവും ഉദാത്തവുമാണ്. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രഖ്യാപിതവുമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ആ വിജ്ഞാനം വളരെ സ്ഥിരോത്സാഹത്തോടുകൂടെയും കഠിനാധ്വാനത്തോടുകൂടെയും കരസ്ഥമാക്കാൻ പരിശ്രമിക്കണം. അതിനുവേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യണം. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മൻ സലക തരീഖൻ യത്ലുബു ഫീഹി ഇൽമ സലക്കല്ലാഹു ബിഹി തരീഖൻ മിൻ തുറുഖിൽ ജന്ന. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും
വിദ്യ അഭ്യസിക്കാൻ വല്ല മാർഗത്തിലേക്കും പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിന്റെ മാർഗത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. നമ്മുടെ പൊന്നോമന മക്കൾ, നമ്മുടെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിജ്ഞാനം നുകരാൻ അവർ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രവിശാലമായ സ്വർഗീയ ലോകത്തേക്കാണ് അവരുടെ നടത്തമെന്ന്, അവരുടെ പോക്കെന്ന് നാം വളരെ ആത്മാഭിമാനത്തോടുകൂടെ മനസ്സിലാക്കിയിരിക്കണം. അത്രയും വലിയ മഹത്വത്തിലേക്കാണ് നമ്മുടെ കുഞ്ഞുമക്കൾ കാലെടുത്തു വെക്കുന്നത്. അവർ സ്കൂളിലേക്കും കോളേജുകളിലേക്കും മദ്രസകളിലേക്കും അവർ പോകുമ്പോൾ അവർ കാലെടുത്തു വെക്കുന്നത് ഈ വലിയ ശാശ്വതമായ വിജയത്തിലേക്കാണെന്ന് സയ്യിദുൽ വറ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ വളരെ വ്യക്തമായി പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഓരോ രക്ഷിതാവിനും എത്ര ആത്മാഭിമാനമുള്ള നിമിഷങ്ങളാണിത്. ബഹുമാനപ്പെട്ട മഹാന്മാരായ ഉലമാക്കൾ ഏതാണ് ഇൽമ്? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞ ഇൽമ്, ഒരു വിദ്യാർത്ഥി പഠിക്കാൻ പോകുന്ന വിജ്ഞാനം ഏതാണത്? അത് വിശദീകരിക്കുകയാണ്. അത് എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന വിജ്ഞാനമാണ് ഇസ്ലാമിന്റെ വിജ്ഞാനം. ഭൗതിക വിദ്യാഭ്യാസമെന്നോ മതവിദ്യാഭ്യാസമെന്നോ വേർതിരിവ് പരിശുദ്ധ ഇസ്ലാം നൽകുന്നില്ല. കാരണം ഭൗതികമായാലും മതമായാലും അഭൗതികമായാലും ഒക്കെ റബ്ബിൽ നിന്നുള്ള വിദ്യാഭ്യാസങ്ങളാണ്, റബ്ബിൽ നിന്നുള്ള വിജ്ഞാനങ്ങളാണ്. അതുകൊണ്ടെല്ലാം റബ്ബിനുള്ളതാണ്. അതുകൊണ്ട് ഉലമാ വിശദീകരിക്കുന്നു, ഇവിടെ പറഞ്ഞ വിജ്ഞാനം ഒന്നിൽ ഒതുക്കി പരിമിതപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുവചനങ്ങളായ ഹദീസുകൾ, ഭാഷ, സാഹിത്യം, തത്വചിന്ത, വൈദ്യശാസ്ത്രം, ഭൗതികശാസ്ത്രം, എഞ്ചിനീയറിംഗ്, രസതന്ത്രം, ബഹിരാകാശ ശാസ്ത്രം തുടങ്ങിയ എല്ലാ വിജ്ഞാന ശാഖകളും നല്ല ഉദ്ദേശത്തോടുകൂടി ഒരു വിദ്യാർത്ഥി പഠിക്കുമ്പോൾ അതിലവൻ ഒരുപാട് നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തുന്നു, ഒരുപാട് പ്രതിഫലങ്ങൾ അല്ലാഹുവിന് രേഖപ്പെടുത്തുന്നു. അതൊരു ആരാധനയുടെ സംഗമ സങ്കേതമായി അവനിക്ക് ലഭിക്കുന്നു. തന്നെയുമല്ല, അല്ലാഹുവിന്റെ അരികിൽ അവൻ ഒരുപാട് പദവികൾ ഈ ലോകത്തും നാളെ പരലോകത്തും അല്ലാഹു നൽകുന്നു. തന്നെയുമല്ല, വിജ്ഞാനപ്രദം ഉപകാരപ്രദമായ വിജ്ഞാനം, ആ വിജ്ഞാനം അഭ്യസിക്കുന്നതിനോടുകൂടെ സമൂഹം അതിശക്തമായി മുന്നേറുകയാണ്. തന്നെയുമല്ല, നാഗരികതകൾ ഇവിടെ നിർമ്മിക്കപ്പെടുന്നു. പിന്നെയോ ഒരുപാട് വൈവിധ്യങ്ങളായ നേട്ടങ്ങൾ കൈവരിക്കാനും വിജ്ഞാനമുള്ള സമൂഹത്തിന് സാധിക്കുന്നു. എല്ലാ മേഖലകളിലും നേതൃത്വം അവകാശപ്പെടാനും വിജ്ഞാനിയായ ഒരു വ്യക്തിക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പ്രത്യേകം ഉത്ബോധിപ്പിക്കാനുള്ളത്, ഓ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങള് പരിശുദ്ധമായ വിജ്ഞാനം അഭ്യസിക്കുന്നതിൽ നിങ്ങളെ റബ്ബിന്റെ ആരാധനയെ നിങ്ങൾ കരുതണം. അത് നിങ്ങളുടെ റബ്ബിന്റെ ആരാധനയാണ്. സാധാരണ ഒരു പഠനം മാത്രമല്ല, ഒരു ജോലിക്കുള്ള ഉപാധി മാത്രമല്ല, അത് നിങ്ങളുടെ രക്ഷിതാവായ റബ്ബിനുള്ള ഏറ്റവും മൂല്യമുള്ള ആരാധനയാണ്. ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന മറ്റെന്തിനേക്കാളും കൂലി ലഭിക്കുന്ന ആരാധനയാണ് നിങ്ങളുടെ ഈ വിദ്യാഭ്യാസമെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ആ രീതിയിൽ തന്നെ നിങ്ങൾ വിദ്യാഭ്യസിക്കുകയും ചെയ്യണം. തന്നെയുമല്ല, നിങ്ങളുടെ ശരീരങ്ങൾക്കത് വളരെ ഉപകാരപ്രദമാണ്, നിങ്ങളുടെ സമൂഹത്തിന് അത് ഉപകാരപ്രദമാണ്, നിങ്ങളുടെ രാജ്യത്തിന്റെ പുരോഗതിയുമാണ്. നിങ്ങളെ ഈ രാജ്യം ചെറുപ്പത്തിൽ നിങ്ങളെ നല്ല നിലയിൽ വാത്സല്യത്തോടെ പോറ്റി വളർത്തുന്നു. നിങ്ങൾക്ക് വലുതാകുമ്പോൾ ഉന്നതിയും ഉദാത്തതയും ബഹുമാനവും പദവിയും ഈ രാജ്യം നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളുടെ സ്വഭാവത്തെ വിജ്ഞാനത്തിലൂടെ സംസ്കരിച്ചെടുക്കുന്നു. തന്നെയുമല്ല, റബ്ബിന്റെ മാർഗത്തിൽ ആത്മീയ സരണിയിൽ അത്യുന്നതങ്ങളിലെത്താൻ നിങ്ങളെ സഹായിക്കുന്നു. ഇതെല്ലാം വിജ്ഞാനം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ്. അതുകൊണ്ട്
നിങ്ങള് സ്വന്തം ജീവിതത്തിൽ നന്മയുള്ളവരും മറ്റുള്ളവരോട് നന്മയോട് പെരുമാറുന്ന നല്ല സജ്ജനങ്ങളും നല്ല മനുഷ്യരും നിങ്ങളായിത്തീരുന്നു. അതുകൊണ്ട് നിങ്ങള് പ്രത്യേകം ഈ വിദ്യാഭ്യാസത്തിന്റെ മഹത്വവും അതിനെ കരസ്ഥമാക്കാനുള്ള കഠിനാധ്വാനവും അതിന്റെ മേഖലകൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ പരിപാലിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. ഒരിക്കലും അശ്രദ്ധരാകാൻ പാടില്ല. തന്നെയുമല്ല, നിങ്ങൾക്ക് വിദ്യാഭ്യാസം പകർന്നു തരുന്ന നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളുടെ ഉസ്താദുമാർ, അവരെ നിങ്ങൾ ബഹുമാനിക്കണം. അവരുടെ സേവനങ്ങൾ നിങ്ങൾ അഭിനന്ദിക്കണം. കാരണം അവരാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അത്താണികൾ. അവരാണ് നിങ്ങൾക്ക് നേർമാർഗം കാണിച്ചു തരുന്ന ലൈറ്റ് ഹൗസുകൾ. അതുകൊണ്ട് അവരുടെ സേവനങ്ങൾ അഭിനന്ദിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടുന്ന ഒത്താശകൾ, അവർക്ക് ഹെൽപ്പുകൾ നിങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണം. അതൊക്കെ നിങ്ങളുടെ വിജയത്തിന്റെ മാനദണ്ഡങ്ങളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നല്ല കൂട്ടുകാരെ, നല്ല ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ഉണ്ടാക്കണം. ഒരിക്കലും മോശമായ കൂട്ടുകെട്ടിൽ നിങ്ങൾ ചെന്നപ്പെടാൻ പാടില്ല. നിങ്ങളുടെ ജീവിതം അസത്യത്തിന്റെ മേഖലകളിലും പരാജയത്തിന്റെ പടുകൂടിയിലേക്കും ഇഴഞ്ഞിഴഞ്ഞ് നിങ്ങൾ പോയിക്കൊണ്ടേയിരിക്കും നിങ്ങളുടെ ചീത്ത കൂട്ടുകെട്ട് കാരണം. അതുകൊണ്ട് നന്മയുള്ള കൂട്ടുകാരെ നിങ്ങൾ കൂട്ടുകാരായി പിടിക്കുക, അവരെ കൂട്ടുകാരാക്കുക. അവരാണ് നിങ്ങളെ വെളിച്ചത്തിലേക്കും വിജയത്തിലേക്കും നയിക്കുന്നവർ. തിന്മയുടെ കൂട്ടുകാർ ഇരുളിലേക്കും പരാജയങ്ങളിലേക്കും നിങ്ങൾ നയിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ വാക്ക് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലി. ഏതൊരു വ്യക്തിയും അവന്റെ നടപടിയും അവന്റെ മതവും അവന്റെ സ്വഭാവവും അവന്റെ സുഹൃത്തിന്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓരോരുത്തരും അതീവ ശ്രദ്ധരാകേണ്ടത് നിങ്ങൾ ആരെയാണ് കൂട്ടുകാരാക്കുന്നത് എന്ന വിഷയത്തിലാണ്. അതുകൊണ്ട് നല്ലവരെ കൂട്ടുകാരാക്കുക. ഓ പ്രിയപ്പെട്ട അധ്യാപകരോട് പ്രത്യേകിച്ചും ഉണർത്താനുള്ളത്, നിങ്ങളുടെ റബ്ബിന് മുന്നിൽ നിങ്ങൾ തീർത്തും ഉത്തരവാദികളാണ്. ഒരു തലമുറയെ വളർത്തുന്നതിൽ നിങ്ങൾ കാണിക്കേണ്ട ശുഷ്കാന്തി അത് വളരെ വലുതാണ്. കാരണം നിങ്ങളോട് ചോദിക്കുന്നത് ഒരു രാജ്യത്തിന്റെ അധികാരികളല്ല, ഒരു രാജാവല്ല, രാജാതിരാജനായ റബ്ബാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ വളർത്തുന്നതിൽ നിങ്ങൾക്കുള്ള ഉത്തരവാദിത്വം നിങ്ങൾ വളരെ ശ്രദ്ധരാകണമെന്ന് പ്രിയപ്പെട്ട അധ്യാപകരോട് പ്രത്യേകം ഈ സമയത്ത് ഉണർത്തുകയാണ്. തന്നെയുമല്ല, കുട്ടികളുടെ ബുദ്ധികൾ പരിപോഷിപ്പിക്കുന്നതിലും അവരുടെ വ്യക്തിത്വം വളർത്തുന്നതിലും അധ്യാപകർക്കുള്ള പങ്ക് അത് നിസ്തുലമാണ്. അതുകൊണ്ട് അധ്യാപകർ വളരെ വളരെ ഉത്തരവാദിത്വമുള്ളവരാണ് എന്ന ബോധം ഒരിക്കലും മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് അധ്യാപകർക്ക് പരിശുദ്ധ ഇസ്ലാം സമൂഹം വലിയ സ്ഥാനങ്ങളും ഉന്നതിയും നൽകുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് പ്രത്യേകം സ്മർത്തവ്യമാണ് ഈ സമയത്ത്. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റയ്യതിഹി. നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവരാണ്. ആ ഉത്തരവാദിത്വത്തെ കുറിച്ച് അല്ലാഹു നിങ്ങളോട് കണിശമായും ചോദ്യം ചെയ്യുമെന്ന് ഒരു ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പ്രത്യേകം ഉണർത്തുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമ്മുടെ മദ്രസകൾ അത് ഖൈറിന്റെ നന്മയുടെ വിളക്കുകളാകണം, മൂല്യങ്ങളുടെ കേന്ദ്രങ്ങളാവണം. അത് തന്നെയുമല്ല ഐക്യദാർഢ്യത്തിന്റെയും സ്നേഹത്തിന്റെയും വിളനിലങ്ങളാവണം. അത് പൊങ്ങച്ചത്തിൽ നിന്നും ഭീഷണിയിൽ നിന്നും നമ്മുടെ വിദ്യാലയങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതൊരിക്കലും ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് നിങ്ങളുടെ വിദ്യാർത്ഥികളെ നിങ്ങൾ പ്രത്യേകം മുന്നറിയിപ്പ് നൽകണം. വഞ്ചന, അത് വരുന്ന മുഴുവൻ മാർഗങ്ങളും എല്ലാം കൊട്ടിയടച്ചുകൊണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്തി അതിന്റെ അപകടങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് ഈ സമൂഹത്തെ നിങ്ങൾ വളർത്തണം. തന്നെയുമല്ല, നിങ്ങള് നല്ല ഉത്തമരായ അധ്യാപകരാകണം. അവർക്ക് നിങ്ങൾ മാതൃകയാകണം. എന്തുകൊണ്ട്
സുരക്ഷിതമായ ഫലം നൽകുന്ന ഒരു പുതു വിദ്യാഭ്യാസ വർഷമായിരിക്കണം നമ്മുടേത്, അധ്യയന വർഷം. അതുകൊണ്ട് പ്രിയപ്പെട്ട അധ്യാപകരാണ് ഇതിലൊക്കെ നേതൃത്വം നൽകേണ്ടതും ഇതിനുവേണ്ടി സമരസപ്പെട്ട് ജീവിക്കേണ്ടതും ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യേണ്ടതും ഇതിനുവേണ്ടി പ്രയത്നിക്കേണ്ടതും ഇതിന്റെ നേതൃത്വമായ അധ്യാപകരാണെന്ന് പ്രത്യേകം ഈ സമയത്ത് ഉണർത്തുകയാണ്. ഇനി രക്ഷിതാക്കളോട് പ്രത്യേകം ഉണർത്താനുള്ളത്, വിജ്ഞാനത്തിന്റെ ചക്രം അത് പൂർത്തിയാകണമെങ്കിൽ, ആ വൃത്തം അത് പൂർണ്ണമാകണമെങ്കിൽ നിങ്ങളെ കൊണ്ടേ പൂർണ്ണമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പേരൻസുകൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ മേഖല വിജയകരമാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വിദ്യാർത്ഥികളെ നിങ്ങൾ സദാ പിന്തുടരണം. നിങ്ങളുടെ ശ്രദ്ധ എല്ലാ സമയത്തും അവരിൽ ഉണ്ടാകണം. തന്നെയുമല്ല, അവരെ നിങ്ങൾ എല്ലാ വിഷയത്തിലും ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ വെറും കൽപ്പിക്കുന്നവരും അവരെ ശിക്ഷിക്കുന്നവരും ആകുന്നതിന് പകരം വിദ്യാർത്ഥികളെ ഹെൽപ്പറാകണം നിങ്ങൾ. അവർക്ക് തോന്നണം, എന്റെ രക്ഷിതാവ് എനിക്ക് എപ്പോഴും ഹെൽപ്പിനുണ്ട് എന്ന ഒരു മാനസികമായ സന്തോഷം, ഒരു മനസ്സുറപ്പ്, ഒരു സുരക്ഷിതത്വ ബോധം നമ്മുടെ പൊന്നോമന മക്കളിൽ നിങ്ങൾ സൃഷ്ടിക്കണം. ഒരിക്കലും അവരെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ മറക്കരുത്. അവരുടെ ന്യൂനതകളും അവരുടെ കുറ്റങ്ങളും മാത്രം എടുത്തു പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തുന്നതിന് പകരം അവരുടെ നന്മകൾ ചെറുതാണെങ്കിൽ പോലും അതെടുത്ത് പ്രോത്സാഹിപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ സമയം കണ്ടെത്തണം, മനസ്സ് കണ്ടെത്തണം. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും വേണം. നിങ്ങൾ അവരുടെ ചെറിയ ചെറിയ പ്രായത്തിന്റെ പക്വമായ പ്രവർത്തനങ്ങൾ അവർക്കുണ്ടാകാം. അതിൽ നിങ്ങൾ ക്ഷമാശീലരാകണം. കാരണം അവരുടെ മികവിൽ നിങ്ങൾക്ക് പിന്നീട് സന്തോഷിക്കാൻ കഴിയും. ഇത്തരത്തിൽ നിങ്ങൾ രക്ഷിതാവാണ് ആകുന്നതെങ്കിൽ അവരുടെ മികവിൽ പിന്നീട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും. ഈ രാജ്യത്തിന് അവർ നൽകുന്ന സേവനങ്ങളിലും അവരുടെ ഉന്നതികളിലും അവരുടെ വലിയ സ്ഥാനമാനങ്ങളിലും നിങ്ങൾക്ക് പിന്നീട് സന്തോഷിക്കാൻ കഴിയും. ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന, മാർഗദർശനം നൽകിയ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഒരുപാട് സ്വലാത്തുകൾ റഹ്മുറാഹിമായ റബ്ബ് വർഷിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ജാമിയ സഅദിയ അറബിയ 26ഓളം വിവിധങ്ങളായ വിഷയങ്ങളും അധ്യാപകരും അതേപോലെ തന്നെ ദുബൈ ഗവൺമെന്റ് കീഴിലുള്ള മതകാര്യ വകുപ്പിന്റെ അംഗീകാരത്തോടുകൂടെ വിജ്ഞാനം വിതരണം ചെയ്യുന്ന വൈജ്ഞാനിക കേന്ദ്രമാണ് ജാമിയ സഅദിയ ഇന്ത്യൻ സെന്റർ ദുബൈ കിസൈസിൽ പ്രവർത്തിക്കുന്ന ഈ മഹത്തായ സ്ഥാപനം. അൽഹംദുലില്ലാഹ്, 500-ലധികം വിദ്യാർത്ഥികൾ ഇവിടെ നമുക്ക് വിദ്യ നുകരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ സ്ഥാപനം നിർവഹിക്കുന്ന വൈജ്ഞാനികമായ സേവനങ്ങൾ, അതേപോലെ തന്നെ മറ്റു മതപരമായ സേവനങ്ങൾ, സാമൂഹിക സാംസ്കാരിക കാരുണ്യ മേഖലകളിലുള്ള അളവറ്റ സേവനങ്ങൾ, ഇതൊക്കെ ഈ സെന്ററിന്റെ വലിയ പ്രവർത്തന മേഖലകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് നേതൃത്വം നൽകുന്ന സാദാത്തുക്കൾ, അനുമതി തരുന്ന ഈ രാജ്യത്തെ ഭരണാധികാരികൾ, ഇതിന്റെ മുഅസ്സസാത്തിന്റെ നേതൃത്വം, അതേപോലെ നമ്മുടെ മശായിഖ് ഉസ്താദുമാർ, പ്രവർത്തകർ, മാതാപിതാക്കൾ, ഭാര്യമക്കൾ, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹജനങ്ങൾ, സഅദിയെപ്പോലുള്ള ദീനീ സംരംഭങ്ങളെ സഹായിക്കുന്ന, സഹകരിക്കുന്ന മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ, കുഞ്ഞുമക്കൾ, എല്ലാവർക്കും അല്ലാഹു രണ്ട് ലോകത്തും വിജയം പ്രദാനം ചെയ്യട്ടെ. നമുക്ക് ഈ വലിയ സേവനങ്ങൾക്കും ജീവിതത്തിനും അവസരം നൽകുന്ന, ജീവിതം നൽകുന്ന ഇമാറാത്ത് പോലുള്ള രാജ്യങ്ങൾ, അല്ലാഹുവേ, എല്ലാ രാജ്യങ്ങളെയും നീ സമാധാനത്തിലും സന്തോഷത്തിലും വിജയത്തിലുമാക്കണം റഹ്മാനെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും, ദുർഘട സാഹചര്യങ്ങളിൽ നിന്നും, അപകടാപായങ്ങളിൽ നിന്നും, ശത്രു സംഹാരങ്ങളിൽ നിന്നും ഞങ്ങളുടെ രാജ്യങ്ങളെ നീ സംരക്ഷിക്കണം റഹ്മാനേ. ഇവിടെ നിന്ന് വഫാത്തായി പോയ ഷെയ്ഖ് സായിദ്, ഷെയ്ഖ് മക്തൂം, ഷെയ്ഖ് റാഷിദ് അടക്കമുള്ള ഈ രാജ്യത്തിന്റെ ശില്പികളായ നേതാക്കൾ, അതിനുശേഷം മരണപ്പെട്ടു പോയ രാജ്യത്തിന്റെ ഭരണാധികാരികൾ, ഈ രാജ്യത്തിന്റെ മക്കൾ, എല്ലാവർക്കും നീ ഖബർ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ.
അതേപോലെ തന്നെ അവരെ ആഖിറത്തിലും വിജയികളും വലിയ പദവിയിൽ നിന്ന് എത്തിക്കണം റഹ്മാനെ. സാധുക്കളായ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളും ഖബറുകളും നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ അറിവുകൾ നൽകി ഇരുലോകത്തും വിജയിക്കാൻ നീ തൗഫീഖ് ചെയ്യണം റബ്ബേ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.